ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പുതിയ ഫാക്കൽറ്റിയാണ്. എൻ്റെ പേര് ജെസിയ. ഞാൻ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് എടുക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ്, ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അക്കൗണ്ടിങ് മെത്തേഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് എന്ന് വെച്ചാൽ എക്സ്പെൻസസ് ആണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോഴോ നമുക്കതിന് കുറേ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ വരും. ഈ എക്സ്പെൻസസിനെയാണ് നമ്മൾ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ കോസ്റ്റിനെ കൂടി മിനിമൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റിനെ കൂടി റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആക്കിയിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഫിനാൻഷ്യൽ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റിനെയാണ്. അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷൻസിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇത്തരം ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തുകൊണ്ട് കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുക, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, കോസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെ വേസ്റ്റേജസും കാര്യങ്ങളും ഒക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് കുറേ കൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസീനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു കൊല്ലം പ്രോഫിറ്റ് കുറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചാലോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അത് കാര്യമാക്കി എടുക്കില്ല. കാരണം അത് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഡീലിംഗ് ആണ്. ക്യാഷ് അല്ലെങ്കിൽ എന്താ പറയുക, മോണിറ്ററി ട്രാൻസാക്ഷൻസിന് ജസ്റ്റ് റെക്കോർഡ് ചെയ്യാന്നുള്ള ഒരു പണി മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ളൂ. അല്ലാതെ അത് എന്തിനു ഫോക്കസ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം അവിടെ സംഭവിച്ചു കഴിഞ്ഞാലോ പ്രോഫിറ്റ് ഇപ്പം കുറഞ്ഞാലോ ഒന്നും അതിന് പിന്നിലുള്ള റീസൺ എന്താണെന്നുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് ഏറെക്കുറെ അതും. വീക്ക്നെസ്സസ് സ്പോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്പോട്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഡസൻ ഹെൽപ്പ് ഫിക്സിങ് പ്രൈസ്. നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പെൻസസ്, ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജ്, ത്രൂ ഔട്ട് ദാറ്റ് സ്റ്റേജ് ഏതൊക്കെ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പെൻസസ് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രൈസ് ഫിക്സേഷൻ ഒന്നും ഒരു മാറ്ററേ അല്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എക്സ്പെൻസസിനെയും അക്കൗണ്ട്സിനെയും ഒന്നും ക്ലാസിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ സെപ്പറേറ്റ് കിട്ടുന്നില്ല. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, കുറേ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും, കുറേ സെഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് പ്രോസസ്സിലൂടെ ആയിരിക്കും ഒരു പ്രൊഡക്റ്റ് കടന്നു പോകുന്നത്. ഓരോന്നിനും അറൈസ് ചെയ്യുന്ന കോസ്റ്റുകൾ എന്തായിരിക്കും, വേറെ വേറെ ആയിരിക്കും, അതിൻ്റെ യൂണിറ്റ്സ് വേറെ ആയിരിക്കും. സോ എന്നാലും എന്താണ്, ഈ ഒരു കോസ്റ്റിനെ ഒന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് കമ്പാരിസണിലൂടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനൊന്നും അറിയാം. നമുക്ക് തന്നിട്ടുള്ള ട്രയൽ ബാലൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും നമുക്കൊരു ഡിസിഷൻ്റെ ഒരു ബേസായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെർട്ടൈൻ കോസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിൽ നമുക്ക് അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും കൂടുതൽ നല്ലൊരു ഡിസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നില്ല, അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷനാണ്. അത് റെക്കോർഡ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് ഇൻഫർമേഷനെയാണ് എന്ത് ചെയ്യുന്നത്, അത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഡേ ടു ഡേ കോസ്റ്റ് അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ റെക്കോർഡ് ചെയ്യുന്നത് പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡാറ്റേൻ്റെ ബേസിലാണ് അത് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് നമുക്ക് തരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലോസസിനെ അനാലിസിസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ട്സ് ഇന്നാഡിക്വേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത്
നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഫാക്ടറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി എന്തായിരിക്കണം, അതുപോലെ തന്നെ ഇഫ് ആൻ ഓർഡർ ഒരു കോൺട്രാക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൈസ് അതിന് ഫിക്സ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആര് നോക്കുന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കുന്നില്ല. അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റിനെ മാത്രമാണ്. സോ ഇതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് കോസ്റ്റിംഗ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് കിടക്കാം, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റിംഗ് നമുക്ക് സിംപ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. CIMA ലണ്ടൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: കോസ്റ്റിംഗ് ഈസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. കാരണം സിമ്പിൾ ഡെഫിനേഷനാണ്, പഠിക്കാനൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടെക്നിക്കാണ്, ഒരു പ്രോസസ്സാണ്. എന്തിൻ്റെ? നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. ഇത്രയേ ഉള്ളൂ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓർ എ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. സോ സിമ്പിൾ ടേംസിലാണ് കോസ്റ്റിങ്ങിനെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഡെഫിനേഷൻസ് എല്ലാവരും ഓർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞു കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ സ്റ്റേജ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ്, ഓരോ സൈക്കിളിൽ വന്നിട്ടുള്ള കോസ്റ്റിനെ അല്ലെങ്കിൽ എക്സ്പെൻസസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് വെച്ചാൽ കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യുക, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുക, കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റിങ്ങിനെ കുറേ കൂടി എലോബറേറ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റിംഗ് അക്കൗണ്ടിങ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഓരോ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഓരോ സെഗ്മെൻറ്റ്സിൻ്റെ ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് കോസ്റ്റ്, അത്രയും മൈന്യൂട്ടായിട്ടുള്ള ലെവലിൽ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറേ കൂടെ എളുപ്പമായിരിക്കുന്നു പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? ഒരു ഫോർമൽ പ്രൊസീജിയറാണ് ഓഫ് അസർട്ടൈൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. പ്രൊഡക്ഷൻ കോസ്റ്റിന് അസർട്ടൈൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയറിനെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് എന്ന് പറയാം. എല്ലാ ലെവലിലും നമുക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഫണ്ടമെൻ്റൽ എയിം ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റും, രണ്ട് കോസ്റ്റ് കൺട്രോളും. കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യാന്ന് വെച്ചാൽ കോസ്റ്റിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കോസ്റ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഇതിനെ കൂടാതെ കുറച്ച് ഒബ്ജക്റ്റീവ്സും കൂടെ പറയുന്നുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങളാണ് ഫർദറായിട്ട് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻലി ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സർട്ടൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിൽ ആക്ച്വൽ ഇൻകർ ആയിട്ടുള്ള കോസ്റ്റിനെ കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻഡിച്ചറിന് അല്ലെങ്കിൽ ചിലവുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളതിനെ അനലൈസ് ചെയ്യാം. പിന്നെ വരുന്ന ഒബ്ജക്റ്റീവ്സ് ഓരോ യൂണിറ്റിനും ഓരോ ജോബിനും ഓരോ ഓപ്പറേഷനും പ്രോസസ്സിനൊക്കെ വന്നിട്ടുള്ള കോസ്റ്റിന് സർട്ടൻ സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ അനലൈസ് ചെയ്യുക. അടുത്തൊരു ഒബ്ജക്റ്റീവാണ് ടു റിവീൽ സോഴ്സസ് ഓഫ് എക്കോണമീസ് ഇൻ പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷൻ സമയത്ത് നമുക്ക് മാക്സിമം കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്, മാൻ പവർ യൂസ് ചെയ്യണോ അതോ മെഷീൻ പവർ യൂസ് ചെയ്യണോ, അതുപോലെ ഒരു പ്രൊഡക്ഷൻ ഒരു പ്ലാൻ ഇടാൻ, അതുപോലെ തന്നെ അതിൻ്റെ ബേസിൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനും കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ് കോസ്റ്റ് കമ്പാരിസൺ പറയുന്നുണ്ട്. നമ്മൾ എസ്റ്റിമേറ്റ്സിൻ്റെ ഒക്കെ ബേസിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുകയാണ്, എസ്റ്റിമേറ്റ്സ് സെറ്റ് ചെയ്ത് വയ്ക്കാം, ഫ്യൂച്ചർ എസ്റ്റിമേറ്റ്സ് ഉണ്ടാക്കാം. ആൻഡ് എസ്റ്റിമേറ്റ്സിനെയും നമുക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റിനെയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. വരുന്ന ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ബേസിലാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്?
ആക്ച്വൽ കോസ്റ്റിനായിട്ട് കമ്പയർ ചെയ്യാൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. സോ ഇവിടെ പറയുന്ന ഇതാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ച്വൽ കോസ്റ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വിചാരിച്ച ആ ലെവലിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് കഴിയും. പിന്നെ വരുന്നത് പ്രസൻറ്റ് കമ്പാരറ്റീവ് കോസ്റ്റ് ഡാറ്റ. ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ അല്ലെങ്കിൽ വേരിയസ് വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു കോസ്റ്റിൽ ചേഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മളോട് ബഡ്ജറ്ററി കൺട്രോൾ പറഞ്ഞത് നമ്മൾ മൊഡ്യൂള് സിലബസ് ചെക്ക് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓൾറെഡി നമ്മൾ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാണ്, നമ്മൾ കോസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം ഇൻവെൻറ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റോറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻവെൻറ്ററി ചാർജ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു കേസിൽ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിന് വരുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റിലൂടെ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രത്യേകത ഇതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണോ പഠിക്കുന്നത് അതിനെയൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോള്, അതുപോലെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ഈ സാധനങ്ങളൊക്കെ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ഹെഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സർട്ടൻ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്, കോസ്റ്റിംഗ് ആൻഡ് എയ്ഡ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനെ പല തലത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിന് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. വേസ്റ്റേജസ് റെഡ്യൂസ് ചെയ്യുക, ലോസസിനെ ഓവർകം ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻവെൻറ്ററീനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ഒക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മാനേജ്മെൻറ്റിന് ഒരു എയ്ഡായിട്ടത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതുപോലെ ഓരോ പീരീഡ്സിലും ഉണ്ടാകാൻ ചാൻസ് ഉള്ള ട്രേഡ് ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രേഡ് കോമ്പറ്റീഷനൊക്കെ അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിലൂടെ ഒരു ഓർഗനൈസേഷൻ കടന്നു പോകുമ്പോൾ ആ സമയത്ത് അവർക്ക് ഉണ്ടായേക്കാവുന്ന ലോസസിനെയൊക്കെ ഓവർകം ചെയ്യാനും കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൈസ് ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ് ആവുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിലെ കോസ്റ്റിനെ നമ്മൾ ഓൾറെഡി കണ്ടു വയ്ക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നെക്സ്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് എസ്റ്റിമേറ്റ്. ഇതൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഇതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ചാനലൈസിങ് പ്രൊഡക്ഷൻ ഓൺ റൈറ്റ് ലൈൻസ്. നമ്മൾ പറഞ്ഞു ഏത് മെത്തേഡ് യൂസ് ചെയ്താലാണ് അല്ലെങ്കിൽ ഏത് മിക്സ് യൂസ് ചെയ്താലാണ് നമുക്ക് ബെറ്റർ ആവുക അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിഷ്യൽ ആവുക എന്നൊക്കെയുള്ളൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ട് പറ്റും. അതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിലൂടെ നമുക്ക് മനസ്സിലാവും. അതിന് കോസ്റ്റ് അക്കൗണ്ടിങ് വേസ്റ്റേജസിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് മേക്സ് കമ്പാരിസൺ പോസിബിൾ. ഇറ്റ് പ്രൊവൈഡ് പീരിയോഡിക്കൽ ഡാറ്റ ഫോർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേസ്റ്റേജ് ഒക്കെ ഉണ്ടാവും. അത് എന്താണ്, ലോസാണ്. ഈ ലോസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനും വർക്കേഴ്സിനൊക്കെ ഐഡൽ ടൈം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻസെൻറ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊടുക്കാനും അവരെ എഫിഷ്യൻസി മെഷർ ചെയ്യാനൊക്കെ ഉള്ള വേരിയസ് മെത്തേഡ് കൊണ്ടുവരുന്നുണ്ട്. സോ അത് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇമ്പോർട്ടൻസിൽ പറയുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻവെൻറ്ററി കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആയിട്ടുള്ള ടേംസും കുറേ കാര്യങ്ങളും നമുക്കിനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് കോസ്റ്റിങ്ങിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരും വീഡിയോയിൽ നമുക്ക് മോർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.